blessing today. ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ എപ്പിസോഡുമായിട്ട് നിങ്ങളുടെ മുൻപിൽ നിൽക്കുമ്പോൾ വലിയ സന്തോഷമുണ്ട്. കാരണം ഒത്തിരി പേരുടെ ജീവിതത്തിൽ ബ്ലെസ്സിംഗ് ടുഡേ എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിലൂടെയുള്ള പ്രാർത്ഥനയിലൂടെ ഒത്തിരി പേരുടെ ജീവിതത്തിൽ അത്ഭുതകരമായ വിടുതലുകളും അനുഗ്രഹങ്ങളും ഒക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്തയൊക്കെ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഒരു കാര്യം ഞങ്ങൾക്ക് ഉറപ്പാണ്, യേശു നിങ്ങളുടെ കൂടെയുണ്ട്. ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുന്ന ഓരോ വ്യക്തികളെയും അതുകൊണ്ട് യേശു കർത്താവ് അനുഗ്രഹിക്കാതെ വിടുകയില്ല. ഇതിൽ കേൾക്കുന്ന വചന സന്ദേശങ്ങൾ ഓരോന്നും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പരിവർത്തനങ്ങൾ വരുത്തി, വലിയ മാറ്റങ്ങൾ വരുത്തി നിങ്ങളെ നല്ല രീതിയിൽ കർത്താവ് മുന്നോട്ട് കൊണ്ടുപോകുമെന്ന കാര്യത്തിലും ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. പക്ഷേ ഇന്നത്തെ ഈ എപ്പിസോഡ് നമുക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുന്ന നമ്മുടെ സാമ്പത്തിക സഹായികൾ എന്നുള്ളത് 2 പേരുണ്ട്. നമ്മൾ ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായി പോവുകയാണ്. കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചാലും. കർത്താവെ, ഞാൻ ദൂർകോണത്തിൽ നിന്ന് കർത്താവെ ഉള്ള സാംരാജിനും അതുപോലെ തന്നെ കുടുംബത്തിനു വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവരുടെ കടങ്ങളെല്ലാം തീരട്ടെ കർത്താവെ. അത്ഭുതങ്ങൾ തന്നെ അവിടെ പ്രവർത്തിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 2ാമത്തെ വ്യക്തി പാലക്കാട് നിന്നുള്ള കർത്താവെ സാം ആൻ്റണിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തി കർത്താവെ തൻ്റെ ജീവിതത്തിൽ അങ്ങ് വെളിപ്പെടുത്തണമേ കർത്താവെ. ജോലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകട്ടെ എന്നുകൂടെ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്തതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ എപ്പിസോഡിൻ്റെ പിറകിൽ പ്രവർത്തിച്ചതിന് ഈ 2 സാമ്പത്തിക സഹായികളോടുമുള്ള പ്രത്യേകമായ നന്ദി ഞാൻ അറിയിക്കുകയാണ്. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. At the stroke of the midnight hour, when the world sleeps, India will awake to life and freedom. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ഭാരതം 71ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ ബ്ലെസ്സിംഗ് ടുഡേ നിങ്ങൾക്കായി ഒരുക്കുന്നു മുഴുനീള ഉപവാസ പ്രാർത്ഥന. വരൂ, ദൈവരാജ്യത്തിന്റെ സന്ദേശം ഭൂമിയിലെങ്ങും ഘോഷിക്കുന്നതിനായും അതുവഴി ഈ ലോകം മുഴുവനും യേശുവിനെ രാജാതിരാജാവും കർത്താതി കർത്താവും എന്ന് പ്രഖ്യാപിക്കുന്നതിനുമായും നമുക്ക് ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കാം. ഞാൻ ബ്ലെസ്സിംഗ് ടുഡേയിലെ ഡെയിലി കാണാറുണ്ട്. ഇതുവഴി നല്ല അനുഗ്രഹം കിട്ടുന്നുണ്ട്. ശരിക്കും നമുക്ക് ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന തരത്തിലുള്ള എല്ലാ മെസ്സേജും നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ ബ്രദർ ഡാമിയൻ നൽകിയ സന്ദേശത്തിന്റെ ഒരു ഭാഗം. There are other prophecies by other prophets also which should be fulfilled in the last days of the last days. ഇതാ അന്ത്യകാലത്ത് നടക്കുവാനിരിക്കുന്ന അനേകം കാര്യങ്ങൾ നിരവധി പ്രവാചകന്മാർ പ്രവചിച്ചിരിക്കുകയാണ്. കേട്ട് അനുഗ്രഹം പ്രാപിക്കുന്നു. Number 5. Life stories of great men and women of God. വലിയ ദൈവഭൃത്യന്മാരുടെയും ദൈവ വനിതകളുടെയും ജീവചരിത്രങ്ങൾ. There are a lot of biographies written. ഒത്തിരി ജീവചരിത്രങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. When we read Hebrews chapter 11, എബ്രായ ലേഖനം 11 നമ്മൾ വായിക്കുമ്പോൾ we read about faith heroes. ഇതാ വിശ്വാസ വീരന്മാരെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. But each faith hero has a history in the Old Testament. അവിടെ എഴുതപ്പെട്ടിരിക്കുന്ന ഓരോ വിശ്വാസ വീരന്മാർക്കും പഴയ നിയമത്തിൽ ഒരു വലിയ ചരിത്രമുണ്ട്. Their stories of life can really challenge us. അവരുടെ ജീവിത കഥകൾ നമ്മളെ യഥാർത്ഥത്തിൽ വെല്ലുവിളിക്കുന്നതാണ്. The stories of Abraham, Isaac, Jacob, Moses, Joshua, Samson, Jephthah, Samuel, David, prophets and others. ഇതാ അബ്രഹാമിന്റെ, ഇസഹാക്കിന്റെ, യാക്കോബിന്റെ, മോശ, അതുപോലെ യോശുവ, ശിംശോൻ, യിഫ്താഹ്, ശമൂവേൽ, ദാവീദ്, അങ്ങനെ നിരവധി വിശ്വാസ വീരന്മാരുടെ ചരിത്രം നമ്മെ വെല്ലുവിളിക്കുകയാണ്. Hallelujah. Hallelujah. So these character studies can really motivate us. There are a lot of inspirational stuff contained in them. ഇവരെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മളെ ഉത്തേജിപ്പിക്കുന്ന, നമ്മളെ മുൻപോട്ട് കുതിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒത്തിരി ജീവിത പാഠങ്ങൾ അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. Hallelujah. Hallelujah. And we can get lessons and messages from them. അതിൽ നിന്നും അവരിൽ നിന്നും നമുക്ക് ജീവിത പാഠങ്ങൾ, സന്ദേശങ്ങൾ ഉൾക്കൊള്ളുവാൻ കഴിയും. Sixth one is eschatological prophecies. അഞ്ചാമത്തെ കാര്യം എന്നത് യുഗാന്ത്യകാല പ്രവചനങ്ങൾ. Isaiah has prophesied so many things. യെശയ്യാവ് ഒത്തിരി കാര്യങ്ങൾ പ്രവചിച്ചു. So many things about the Messiah
got already fulfilled. കർത്താവ് പൂർത്തിയാക്കി കഴിഞ്ഞ മശിഹയുടെ വരവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ കാണുന്നു. Yet there are many other prophecies to be fulfilled. എന്നാൽ അദ്ദേഹത്തിന് തന്നെ നിരവധി പ്രവചനങ്ങൾ ഇനിയും നിവൃത്തിയാകാനുണ്ട്. Daniel has prophesied many things about the last days. ദാനിയേൽ അന്ത്യകാലത്ത് നടക്കുന്ന കുറേ കാര്യങ്ങൾ അദ്ദേഹം പ്രവചിച്ചു. Joel has prophesied many things about the last days. യോവേൽ പ്രവാചകൻ അന്ത്യകാലത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പ്രവചിച്ചു. And there are other prophecies by other prophets also which should be fulfilled in the last days of the last days. ഇതാ അന്ത്യകാലത്ത് നടക്കുവാനിരിക്കുന്ന അനേകം കാര്യങ്ങൾ നിരവധി പ്രവാചകന്മാർ പ്രവചിച്ചിരിക്കുകയാണ്. For example, the end time happening, end time events, the second coming of Jesus, the tribulation, the millennial reign of Christ, the future eternity, all such things are prophesied by prophets. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ സകലവിധമായ അന്ത്യകാല സംഭവങ്ങൾ, 1000 ആണ്ട് വാഴ്ച, മഹോപദ്രവകാലം, അങ്ങനെ വരുവാനിരിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ പ്രവാചകന്മാർ ഇതാ പ്രവചിച്ച് പൂർത്തീകരണത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. Hallelujah. Hallelujah. They are yet to be fulfilled. അതിതാ വീണ്ടും ഇനി പൂർത്തിയാകപ്പെടേണ്ടവയാണ്. We can read such prophecies and we can have an understanding about the eschatological things. നമുക്ക് ആ പ്രവചനങ്ങൾ വായിച്ച് ഭാവി കാലത്തിൽ അന്ത്യകാലത്തിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ബോധം നമുക്കുണ്ടാകും. The seventh and the last one. ഏഴാമത്തെ അവസാനത്തെ കാര്യം Revelation of Christ. ക്രിസ്തുവിന്റെ വെളിപ്പാട്. There is a lot of revelation of Christ in the Old Testament. പഴയ നിയമത്തിൽ ക്രിസ്തുവിന്റെ വെളിപ്പാടിനെ കുറിച്ച്, വെളിപ്പെടലിനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്നു. Always remember, God's redemptive plan is revealed in a progressive way. എപ്പോഴും ഓർക്കുക, ദൈവത്തിന്റെ വീണ്ടെടുപ്പിന്റെ പദ്ധതി അത് പുരോഗമനാത്മകമായി വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. So we can travel through the Old Testament and reach the New Testament to get the full picture. നമുക്ക് പഴയ നിയമത്തിലൂടെ യാത്ര ചെയ്ത് അങ്ങനെ പുതിയ നിയമത്തിലേക്ക് എത്തുമ്പോഴാണ് വീണ്ടെടുപ്പിന്റെ പൂർണ്ണരൂപം ലഭിക്കുന്നത്. So we see Jesus in the Old Testament as shadows, types and images and symbols. പഴയ നിയമത്തിൽ യേശു കർത്താവിനെ ഒരു നിഴലായി അല്ലെങ്കിൽ ഒരു പ്രതിമയായി നമ്മൾ കാണുന്നു. Hallelujah. Hallelujah. We have been called to preach him through the whole Bible, from the whole Bible. നമ്മൾ മുഴുവൻ ബൈബിളിൽ നിന്നും, മുഴുവൻ വചനത്തിൽ നിന്നും ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുവാനാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. In the Old Testament, Christ is concealed. പഴയ നിയമത്തിൽ ക്രിസ്തു മറഞ്ഞിരിക്കുകയാണ്. In the New Testament, Christ is revealed. എന്നാൽ പുതിയ നിയമത്തിൽ ക്രിസ്തു വെളിപ്പെട്ടിരിക്കുന്നു. But we can take all types of Christ and shadows of the things to come from the Old Testament. എന്നാൽ പഴയ നിയമത്തിൽ കാണുന്ന ക്രിസ്തുവിന്റെ സകല നിഴലുകളും അവന്റെ സദൃശ്യമായ സകല കാര്യങ്ങളും നമുക്ക് പഴയ നിയമത്തിൽ നിന്നും എടുക്കാവുന്നതാണ്. In the Old Testament, Moses is a type of Christ. ഉദാഹരണമായിട്ട് മോശ പഴയ നിയമത്തിൽ ക്രിസ്തുവിന്റെ ഒരു പ്രതീകമാണ്. Maybe he was the greatest leader in the Old Testament. പഴയ നിയമത്തിൽ ഏറ്റവും വലിയ നേതാവായിരുന്നു അവൻ. He was leading millions of people. ലക്ഷക്കണക്കിന് ആളുകളെ അവൻ നയിച്ചു. He gave them the law. അവർക്ക് ന്യായപ്രമാണം നൽകി. He was with them. അവരോടൊപ്പം ഉണ്ടായിരുന്നു. He became virtually their savior. പ്രത്യക്ഷത്തിൽ അവരുടെ ഒരു രക്ഷകനായി കാണപ്പെട്ടത് മോശയാണ്. And in the New Testament, Jesus became the greatest leader. എന്നാൽ ഇതാ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശു ഏറ്റവും വലിയ നേതാവായി മാറുന്നു. He is the pioneer and captain of faith. അവൻ നമ്മുടെ വിശ്വാസത്തിന്റെ ആരംഭകനും പൂർത്തീകരിക്കുന്നവനുമാണ്. He is leading millions and millions of people from all generations. ആ നായകൻ ഇതാ ജനലക്ഷങ്ങളെ തന്റെ രക്ഷയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. The New Testament law came through him. ഇതാ പുതിയ നിയമത്തിന്റെ കൽപ്പനകൾ, നിയമം അവനിലൂടെ വന്നു. Salvation came through him. രക്ഷ അവനിലൂടെ വന്നു. Hallelujah. Hallelujah. In the Old Testament, Isaac is a type of Christ. പഴയ നിയമത്തിൽ ഇസഹാക്ക് ക്രിസ്തുവിന്റെ പ്രതീകമാണ്. Hallelujah. Hallelujah. Why? Because Isaac was to be sacrificed. ഇസഹാക്ക് യാഗം കഴിക്കപ്പെടേണ്ടതായിരുന്നു. Instead of him, Jesus was sacrificed here. ഇതാ അവന് പകരം ഇതാ ക്രിസ്തു യാഗമാകുന്നു. And the lamb is a type of Christ. അവിടെ കാണുന്ന ആ കുഞ്ഞാട് അതൊരു പ്രതീകമാണ്. Hallelujah. Hallelujah. The Passover lamb has been sacrificed in the New Testament. ഇതാ പുതിയ നിയമത്തിൽ നമ്മുടെ പെസഹ കുഞ്ഞാട് അവൻ അറുക്കപ്പെട്ടു. Joseph is a type of Christ in the Old Testament. പഴയ നിയമത്തിൽ യോസേഫ് ക്രിസ്തുവിന്റെ പ്രതീകമാണ്. We can even say the most complete type of Christ in the Old Testament is Joseph. ഒരുപക്ഷെ നമുക്ക് ഇങ്ങനെ പറയാൻ കഴിയും, യേശുവിന്റെ തികവുള്ള ഒരു പ്രതീകം പഴയ നിയമത്തിലേത് യോസഫാണ്. Hallelujah. Hallelujah. Because there are a lot of parallels between Joseph and Jesus. കാരണം യേശുവും യോസഫും തമ്മിൽ നിരവധി താദാത്മ്യം പ്രാപിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. Hallelujah. Hallelujah. 2000 വർഷങ്ങൾക്ക് മുൻപ് യേശു കർത്താവ് പാലസ്തീന്റെ തെരുവിലൂടെ ക്രൂശ് ചുമന്നുകൊണ്ട് പോകുന്ന സമയത്ത് ഒരു വലിയ വിഭാഗം അദ്ദേഹത്തെ പിൻഗമിക്കുന്നുണ്ടായിരുന്നു.
അതിലെ പ്രധാനപ്പെട്ട വിഭാഗം എന്നുള്ളത് യേശു കർത്താവിനെ പഴിക്കുകയും ദുഷിക്കുകയും അവനെതിരെ ദൂഷണം പറയുകയും ചെയ്യുന്ന ഒരു വിഭാഗമായിരുന്നു. മറ്റൊരു വിഭാഗമാകട്ടെ, യേശുവിന് ഇത് സംഭവിച്ചു പോയല്ലോ, തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട, തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിക്ക് സംഭവിച്ച ദാരുണമായ അവസ്ഥ കണ്ടിട്ട് വേദനയോടെ കരച്ചിലോടെ പിൻഗമിച്ചവരായിരുന്നു തൻ്റെ അമ്മയായ മറിയ ഉൾപ്പെടെയുള്ള കുറച്ച് ആളുകൾ. അങ്ങനെയുള്ള ഒരു കൂട്ടത്തിൽ പക്ഷേ അവനെ ആരും മുന്നോട്ട് കടന്നു വന്ന് സഹായിക്കാൻ ആ സമയത്ത് ആരും തയ്യാറായിരുന്നില്ല. കാരണം അവിടെ കൂടെ ഉണ്ടായിരുന്ന പടയാളികളുടെയും ഗവൺമെൻറ്റിൻ്റെയും ഒക്കെ പ്രതികരണം എന്തായിരിക്കുമെന്ന് ഓർത്ത് ആളുകൾ ഭയപ്പെട്ടു. ആരും യേശുവിനെ സഹായിച്ചില്ല. എന്നാൽ ഒരു പ്രാവശ്യം യേശു വീണ സമയത്ത് അവനെ ഒന്ന് താങ്ങി അവൻ്റെ ക്രൂശ് ഒന്ന് ചുമക്കുവാൻ വേണ്ടി അവിടെ നിയോഗിക്കപ്പെട്ടത് ആ സമയത്ത് വയലിൽ നിന്ന് നടന്നു വന്നുകൊണ്ടിരുന്ന കുറേനക്കാരനായ ശീമോൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു. പടയാളികൾ അദ്ദേഹത്തെ ആ ചുമതല ഏൽപ്പിച്ചപ്പോൾ സന്തോഷപൂർവ്വം അദ്ദേഹം ആ ചുമതല ഏറ്റെടുത്തു. യേശുവിൻ്റെ കുരിശ് കുറച്ച് സ്ഥലത്ത് വരേക്കും ചുമക്കുവാനുള്ള ഒരു ഭാഷയിൽ പറഞ്ഞ ഭാഗ്യം തന്നെ അദ്ദേഹത്തിനുണ്ടായി. പിന്നീട് ചരിത്രം നാം പരിശോധിച്ച് നോക്കുമ്പോൾ അപ്പസ്തോലന്മാരുടെ കാലഘട്ടത്തിൽ രൂഫോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. വളരെ ശക്തമായി കർത്താവിൽ പ്രസിദ്ധിയാർജിച്ച രൂഫോസ് എന്നാണ് പൗലോസ് തന്നെ കുറിച്ച് പറയുന്നത്. ആരാണ് ഈ രൂഫോസ്? കുറേനക്കാരനായ ആ ശീമോന്റെ മകനായിരുന്നു രൂഫോസ് എന്നുള്ളത്. മറ്റൊരു ബ്രദർ കൂടെ രൂഫോസിനുണ്ട്. ഇവരിൽ ഒരാൾ കർത്താവിൻ്റെ വേലയിൽ ശക്തമായിട്ട് മുന്നോട്ട് വരികയും ഒരാൾ ഭൗതിക തലങ്ങളിൽ ശക്തമായിട്ട് മുന്നോട്ട് വരികയും ചെയ്തു എന്നാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. എന്താണ് മനസ്സിലാക്കാൻ സാധിച്ചത്? യേശുവിൻ്റെ കുരിശ് ചുമക്കുവാൻ വേണ്ടി ഒരു വ്യക്തി തീരുമാനിച്ചപ്പോൾ അവനും മാത്രമല്ല അവൻ്റെ കുടുംബവും കൂടെ ആ കൂട്ടത്തിൽ അനുഗ്രഹിക്കപ്പെടുകയാണ് ഉണ്ടായത്. ഇത് ഞാൻ പറയുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. ബ്ലെസ്സിംഗ് ടുഡേ എന്ന് പറയുന്ന ഈ TV പ്രോഗ്രാം ലോകമെമ്പാടും ഇത് സംപ്രേഷണം നടത്തുമ്പോൾ ഇതിൽ കൈത്താങ്ങൽ നൽകുവാനുള്ള പാർട്ട്നേഴ്സിനെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. നിങ്ങളുടെ ഹൃദയത്തിൽ അത്തരത്തിലൊരു കാര്യം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വിളിക്കുക. 0484422133 എന്നുള്ള നമ്പറിലേക്ക് ഒരു മിസ്ഡ് കോൾ അയക്കുക. ഞങ്ങളുടെ ശുശ്രൂഷകന്മാർ നിങ്ങളെ തിരിച്ചു വിളിക്കുന്നതായിരിക്കും. നമുക്കൊരുമിച്ച് ചേർന്ന് യേശുവിൻ്റെ രാജ്യത്തെ പണിയാം. യേശുവിൻ്റെ പ്രവർത്തനങ്ങൾക്ക് കൈത്താങ്ങൽ കൊടുക്കാം. അത് നമുക്ക് മാത്രമല്ല, വരുവാനിരിക്കുന്ന നമ്മിൽ നിന്ന് ഉളവാകുവാൻ പോകുന്ന തലമുറകൾക്കും അതൊരു അനുഗ്രഹമായി തീരട്ടെ. When we read Luke chapter 24 verses 44 through 47, നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 24 മുതൽ 47 വരെ വായിക്കുമ്പോൾ, he said to them, "This is what I told you while I was still with you. Everything must be fulfilled that is written about me in the law of Moses, the prophets and the Psalms." പിന്നെ അവൻ അവരോട്, ഇതാകുന്നു നിങ്ങളോടുകൂടെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക്. മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും നിവൃത്തിയാകണം എന്നുള്ളത് തന്നെ എന്ന് പറഞ്ഞു. 45, then he opened their minds so that they could understand the scriptures. 45, തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധി തുറന്നു. 46, he told them, "This is what is written, the Messiah will suffer and rise from the dead on the third day." 46, ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും മൂന്നാം നാൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും and repentance for the forgiveness of sins will be preached in his name to all nations beginning at Jerusalem. അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരുശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. Hallelujah. Hallelujah. So Jesus himself is talking to the disciples who were going to Emmaus. ഇതാ യേശു എമ്മൗസിലേക്ക് പോകുന്ന ശിഷ്യന്മാരോട് അവൻ തന്നെ ഇറങ്ങി വന്ന് He സംസാരിക്കുകയാണ്. says, "About me, Moses wrote about me. It is written in Psalms and prophets." അവൻ യേശു പറയുകയാണ്, എന്നെക്കുറിച്ച് സങ്കീർത്തനങ്ങൾ എഴുതിയിരിക്കുന്നു, മോശ എഴുതിയിരിക്കുന്നു, പ്രവാചകന്മാർ എഴുതിയിരിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. So he opened their minds ദൈവം അവരുടെ മനസ്സിനെ തുറക്കുകയാണ്. so that they could understand what all things were written in the scriptures have been fulfilled in Christ. അങ്ങനെ അവർക്ക് മനസ്സിലാകുകയാണ്, തിരുവെഴുത്തിൽ എഴുതിയിരുന്ന കാര്യങ്ങൾ ഇതാ ക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. And what did Paul do? എന്താണ് പൗലോസ് ചെയ്തത്? Paul took a lot of scriptures from the Old Testament and proved that Jesus is the Christ. പൗലോസ് ചെയ്ത കാര്യം ഇതാണ്, പഴയ നിയമത്തിൽ നിന്നും നിരവധി വചനങ്ങൾ അദ്ദേഹം ഉദ്ധരിച്ചുകൊണ്ട് കർത്താവായ യേശുവാണ് ദൈവമെന്ന് അവൻ തെളിയിച്ചു. Hallelujah. So in conclusion, I can tell you something. ഉപസംഹരിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ നിങ്ങളോട് പറയട്ടെ. In the Old Testament period, ആ പഴയ നിയമ കാലഘട്ടത്തിൽ so many things are written. നിരവധി കാര്യങ്ങൾ എഴുതപ്പെട്ടു. All things are not relevant for us. അതിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് പ്രസക്തമല്ല. But I gave you a list of things that are relevant. എന്നാൽ എന്തൊക്കെയാണ് പ്രസക്തം എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് നൽകി.
The real relevance lies in the New Testament books. അതിന് യഥാർത്ഥ പ്രസക്തമായ കാര്യങ്ങൾ പുതിയ നിയമ പുസ്തകത്തിലാണ് കിടക്കുന്നത്. That is our foundation. അതാണ് നമ്മുടെ അടിസ്ഥാനം എന്നത്. Hallelujah. Hallelujah. But the New Testament explains the Old Testament. ഇതാ പഴയ നിയമത്തെ വിശദീകരിക്കുന്നതാണ് പുതിയ നിയമം. Hallelujah. Hallelujah. Some people say we don't want the Old Testament books at all. ചില ആളുകൾ പറയുന്നു പഴയ നിയമ പുസ്തകം നമുക്ക് വേണ്ടേ വേണ്ട. Hallelujah. Hallelujah. Many years back there was a system here in India. പല വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ ഇപ്രകാരം ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. Maybe in some parts it is in prevail today. ഒരുപക്ഷെ ലോകത്തിൽ എവിടെയെങ്കിലും ഇന്നും അതുണ്ടാകാം. When a marriage proposal comes, ഒരു വിവാഹാലോചന വരുമ്പോൾ there may be some matchmakers in between. ഇതിനിടയിൽ വിവാഹാലോചന നടത്തുന്ന ആൾക്കാരുണ്ടാകും. The boys' photograph and the girls' photographs will be exchanged. പെൺകുട്ടിയുടെ ഫോട്ടോകളും ആൺകുട്ടിയുടെ ഫോട്ടോയും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൈമാറും. Today there is no need for that. അതിന്റെ ആവശ്യം ഇന്നില്ലല്ലോ. We have WhatsApp. നമുക്ക് വാട്സ്ആപ്പ് ഉണ്ട്. But in those days this was the custom. ഇതായിരുന്നു രീതി. So both the boy and girl, their families like good boy, good girl. രണ്ട് വീട്ടുകാരും നോക്കുന്നു, അവർക്ക് കൊള്ളാം, നല്ല കുട്ടി അല്ലെങ്കിൽ നല്ല പെൺകുട്ടി. Discussions are going on. ചർച്ചകൾ നടക്കുന്നു. And the marriage is fixed. ഇതാ വിവാഹം നിശ്ചയിച്ചു. And engagement happens. വിവാഹ നിശ്ചയം നടന്നു. And wedding happens. വിവാഹവും നടന്നു. Before wedding, വിവാഹത്തിന് മുൻപ് the groom will be always looking at the bride's photograph. ഈ മണവാളൻ അല്ലെങ്കിൽ ഇവൻ എപ്പോഴും ആ പെൺകുട്ടിയുടെ ഫോട്ടോ, കയ്യിൽ കിട്ടിയ ഫോട്ടോ നോക്കിക്കൊണ്ടിരിക്കും. And the girl is looking at the groom's photo. പെൺകുട്ടി ചെറുക്കന്റെ ഫോട്ടോയെ നോക്കിക്കൊണ്ടിരിക്കും. One day, many times. ഒരു ദിവസത്തിൽ പലതവണ. And finally, after the wedding, എന്നാൽ വിവാഹത്തിന് ശേഷം if the boy is always looking at the photograph, ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ആൺകുട്ടി ആ പെൺകുട്ടിയുടെ ഫോട്ടോ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. the girl is here but he is always looking at the photo of the girl. പെൺകുട്ടി ഇവിടെ നിൽക്കുന്നുണ്ട്, പക്ഷേ അവൻ അതൊന്നും നോക്കാതെ ഈ ഫോട്ടോ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. What will you tell about him? അങ്ങനെയുള്ളവനെ കുറിച്ച് നിങ്ങൾ എന്ത് പറയും? He has something wrong with here. അവൻ എന്തോ വട്ടുണ്ട്. In the same way, അതുപോലെ തന്നെ after the Old Testament period, പഴയ നിയമ കാലഘട്ടത്തിന് ശേഷം we don't need to always look at the Old Testament. പഴയ നിയമത്തിലേക്ക് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. That is the photograph. അതൊരു ഫോട്ടോഗ്രാഫ് മാത്രമാണ്. Real Christ has come. ഇതാ യഥാർത്ഥ ക്രിസ്തു വന്നിരിക്കുന്നു. The engagement is over. ഇതാ വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്നു. Hallelujah. Hallelujah. Now we can see him. അവനെ നമുക്ക് നേരെ കാണാൻ കഴിയും. So instead of making the truths in New Testament as the foundation, if I am always looking at the Old Testament, there is something wrong with me. ഞാൻ പുതിയ നിയമത്തിലെ അടിസ്ഥാനങ്ങളിലേക്ക് നോക്കുന്നതിന് പകരം Yes. പഴയ നിയമത്തിലേക്ക് ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തോ പ്രശ്നമുണ്ട്. But even after the wedding, the boy should not look always at the photograph, but he should not even destroy it also. ആ ആൺകുട്ടി വിവാഹത്തിന് ശേഷം ആ ഛായാചിത്രം ഫോട്ടോ എപ്പോഴും നോക്കേണ്ട ആവശ്യമില്ലെങ്കിലും അവനത് കീറിക്കളയേണ്ട ആവശ്യമില്ല. He can keep it. അവനെ സൂക്ഷിച്ചു വെക്കാം. Hallelujah. Hallelujah. In the same way, we can keep the Old Testament always with us. അതുപോലെ തന്നെ പഴയ നിയമം എപ്പോഴും നമ്മോടൊപ്പം നമുക്ക് സൂക്ഷിക്കാൻ കഴിയും. There are shadows and types and images in it. അതിൽ ക്രിസ്തുവിന്റെ പ്രതീകങ്ങളും നിഴലും ഉണ്ട്. Both the testaments will give us the real picture, the big picture. ആ രണ്ട് നിയമങ്ങളും കൂടി കൂടിച്ചേരുമ്പോൾ നമുക്ക് ക്രിസ്തുവിന്റെ യഥാർത്ഥമായ രൂപം ലഭിക്കുന്നു. Hallelujah. Hallelujah. But at the same time, we should know how to divide the word of God rightly. അപ്പോൾ തന്നെ ദൈവവചനം എങ്ങനെയാണ് ശരിയായി വിഭജിച്ചെടുക്കേണ്ടതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. Hallelujah. Hallelujah. How many of you understand what I am ഞാൻ saying? പറയുന്ന കാര്യങ്ങൾ എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? Hallelujah. ഹല്ലേലൂയ. At the stroke of the midnight hour, when the world sleeps, India will awake to life and freedom. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ഭാരതം 71-ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ ബ്ലെസ്സിംഗ് ടുഡേ നിങ്ങൾക്കായി ഒരുക്കുന്നു മുഴുനീള ഉപവാസ പ്രാർത്ഥന. വരൂ, ദൈവരാജ്യത്തിന്റെ സന്ദേശം ഭൂമിയിലെങ്ങും ഘോഷിക്കുന്നതിനായും അതുവഴി ഈ ലോകം മുഴുവനും യേശുവിനെ രാജാതിരാജാവും കർത്താതി കർത്താവുമെന്ന് പ്രഖ്യാപിക്കുന്നതിനുമായും നമുക്ക് ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കാം.
ഇപ്പോൾ നിങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ സഹോദരി ഓടി ഈ ടിവിയുടെ ഫ്രണ്ടിലേക്ക് നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പക്ഷേ മാൻറ്റി ഇങ്ങനെ പറഞ്ഞെന്നാണ് പറയുന്നത്, ശരീരത്തിൽ ചൊറിച്ചിൽ അനുഭവിക്കുന്ന വ്യക്തികളെ യേശു സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞ സമയത്ത് ഈ സഹോദരി നിന്നുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഈ സഹോദരി പറഞ്ഞ ശരീരത്തിൽ ഒരു പെരുപ്പ് പോലെ അനുഭവപ്പെട്ടു. താൻ വല്ലാതെ ഷിവർ ചെയ്യാൻ തുടങ്ങി. അപ്പം തൻ്റെ ഹസ്ബൻഡ് അടുത്ത് വന്ന് പറഞ്ഞു, ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചു. സംഭവിച്ച അത്ഭുതം എന്ന് കഴിഞ്ഞാൽ ഈ സഹോദരി പറയുന്നത് പൂർണ്ണമായി സൗഖ്യമായി എന്ന് പറഞ്ഞു. ദൈവം ചെയ്ത അത്ഭുത സാക്ഷ്യം കാണാവുന്നതാണ്. ഈ സഹോദരിക്ക് ഒത്തിരി വർഷങ്ങൾ മുമ്പ് തനിക്ക് ശരീരം മുഴുവൻ ഇങ്ങനെ ചൊറിഞ്ഞ് അലർജിയുടെ അസുഖം ഉണ്ടായിരുന്നു. ശരീരം ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും. സഹോദരി പറഞ്ഞ ശരീരം മുഴുവനും അതുണ്ടാവും. എന്നാൽ ചില മരുന്നുകൾ പുരട്ടുമ്പോൾ അത് മാറിപ്പോവും. അതിങ്ങനെ വരാതിരിക്കുകയായിരുന്നു. പക്ഷെ കഴിഞ്ഞ ഈ ജൂൺ മാസത്തിൽ ആദ്യത്തെ ആഴ്ചയിൽ തന്നെ തൻ്റെ ശരീരം വീണ്ടും അതുപോലെ ചൊറിഞ്ഞു പൊട്ടാൻ തുടങ്ങി. പക്ഷേ ഇത്തോടെ വന്നത് കഴിഞ്ഞ വർഷങ്ങൾ വന്നതുപോലെയല്ല, വളരെ കൂടുതലായിട്ടാണ് വന്നത്. ശരീരം മുഴുവനും വന്നു. അത് ഈ സഹോദരി പറഞ്ഞത്, എനിക്ക് ജോലിക്ക് പോകാൻ കഴിയില്ല, വീട്ടുജോലി ചെയ്യാൻ കഴിയില്ല. താൻ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ തൻ്റെ ജോലി ഇതാണ്, ചൊറിയുക എന്ന ചൊറിഞ്ഞിങ്ങനെ ഇരിക്കും. വല്ലാതെ ഭാരപ്പെട്ട് വിഷമത്തോടെ ഇരുന്നു. ആ സമയത്താണ് ഇവരുടെ വീട്ടിൽ ഒരു TV മേടിക്കുന്നത്. നേരത്തെ TV ഇല്ലായിരുന്നു, ഒരു വീട് പണിതുകൊണ്ട് TV ഇല്ലായിരുന്നു, കറണ്ട് ഇല്ലായിരുന്നു. ആ ജൂൺ മാസത്തിൽ TV ലഭിക്കുകയും താൻ വച്ചത് ബ്ലെസ്സിങ്ങിലൂടെ TV പ്രോഗ്രാമാണ് താൻ വെച്ച് കണ്ടുകൊണ്ടിരുന്നത്. എല്ലാ ദിവസവും താൻ ഈ പ്രോഗ്രാം വെച്ചുകൊണ്ടിരുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ആ സമയത്താണ് താൻ ജൂൺ 29-ാം തീയതിയാണ് നമ്മുടെ ബ്ലെസ്സിങ്ങിലൂടെ TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നു. ആ സമയത്ത് മെസ്സേജ് നടന്നു. താൻ അടുക്കളയിലായിരുന്നു. അതിനുശേഷം ഷെമാ സിസ്റ്റർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ സഹോദരി ഓടി ഈ ടിവിയുടെ ഫ്രണ്ടിലേക്ക് നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ ഷെമാൻറ്റി ഇങ്ങനെ പറഞ്ഞെന്നാണ് പറയുന്നത്, ശരീരത്തിൽ ചൊറിച്ചിൽ അനുഭവിക്കുന്ന വ്യക്തികളെ യേശു സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞ സമയത്ത് അത്ഭുതകരമായ സൗഖ്യം ഈ സമയത്ത് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീടിന് പുറത്തിറങ്ങിയാൽ ഉടൻ തന്നെ ശരീരം മുഴുവൻ ചൊറിഞ്ഞ് തടിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുകയാണ്. യേശുവിൻ നാമത്തിൽ ഈ സമയത്ത് ആ വ്യക്തി സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, താങ്ക് യു ജീസസ്. ഈ സഹോദരി നിന്നുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഈ സഹോദരി പറഞ്ഞ ശരീരത്തിൽ ഒരു പെരുപ്പ് പോലെ അനുഭവപ്പെട്ടു. താൻ വല്ലാതെ ഷിവർ ചെയ്യാൻ തുടങ്ങി. അപ്പം തൻ്റെ ഹസ്ബൻഡ് അടുത്ത് വന്ന് പറഞ്ഞു, ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചു. സംഭവിച്ച അത്ഭുതം എന്ന് കഴിഞ്ഞാൽ ഈ സഹോദരി പറയുന്നത് പൂർണ്ണമായി സൗഖ്യമായി എന്ന് പറയുന്നത്. മരുന്ന് കഴിച്ചിട്ടില്ല, മറ്റൊന്നിനും പോകാതെ തന്നെ തൻ്റെ ശരീരത്തിൽ ഇപ്പോൾ ആ ശരീരത്തിൽ പാടുകൾ മാത്രമേ ഉള്ളൂ. പൂർണ്ണമായി യേശു സൗഖ്യമാക്കി എന്നാണ് പറയുന്നത്. ദിവസം സംഭവിച്ചത് എന്തായിരുന്നു? അത് കേട്ടുകൊണ്ടിരുന്ന സമയത്ത് ഒന്ന് പറയാം. അമ്മ കാണുമായിരുന്നു ഈ പരിപാടി. അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് കാണാൻ പറഞ്ഞിരുന്നു. അപ്പോൾ എന്നും രാവിലെ ഉറക്കത്തിൽ എണീറ്റുടനെ ഞാൻ TV ആണ് ഓണാക്കുന്നത്. അതിനുശേഷമേ ബാക്കി കാര്യങ്ങൾ അങ്ങോട്ട് അടുക്കളയിട്ട് പോകുള്ളൂ. അപ്പോൾ ഞാൻ കിടന്നത് പ്രാർത്ഥന സമയമാകുമ്പോൾ ഞാൻ പെട്ടെന്ന് വന്ന് TV ഒന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെന്നപ്പോൾ ഞാൻ പറഞ്ഞു 3 കാര്യങ്ങൾ ഞാൻ പ്രാർത്ഥിച്ച്. അതിലെനിക്ക് ഒരു കാര്യം, എനിക്കിങ്ങനെ ഈ രാവിലെ എണീക്കുമ്പോൾ തന്നെ ഈ ചൊറിച്ചിൽ തുടങ്ങും. പുറത്തിറങ്ങിയിട്ട് വരുമ്പോൾ ഈ ചൊറിച്ചിലിങ്ങനെ വന്ന് നല്ല പിറം മൊത്തം തടിച്ച് വരും, എങ്ങോട്ടും പോകാൻ പറ്റൂല. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഹോസ്പിറ്റലിൽ പോകാം. ഞാൻ പറഞ്ഞു എന്നും ചൊറിയെന്ന് പറഞ്ഞ് അവർ എന്നെ എന്ത് വിചാരിക്കുമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് അന്ന് സിസ്റ്ററാണ് പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞ് ഇങ്ങനെ വീടിന് പുറത്തിറങ്ങിയിട്ട് കയറുമ്പോൾ ശരീരം മൊത്തം ചൊറിഞ്ഞ് തടിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവിൻ്റെ കരങ്ങൾ വരികയാണെന്ന് പറഞ്ഞു. അപ്പോഴെനിക്ക് ഞാൻ ഇങ്ങനെ കട്ടിലിൻ്റെ തലക്ക ഇങ്ങനെ നിൽക്കുകയാണ്, പ്രാർത്ഥന കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് എൻ്റെ പിറവൊക്കെ ഒരു മാതിരി പെരുത്ത്. ഞാൻ പറഞ്ഞു ഈ ചേട്ടാ എനിക്ക് തല ചുറ്റും പോലെ തോന്നുന്നു പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് ഇരിക്കാൻ പറഞ്ഞു എൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞു ഇരുന്ന് പ്രാർത്ഥിച്ച് ശരിയല്ല, നിന്നേ പ്രാർത്ഥിക്കാവുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ നിന്ന്. അപ്പോൾ നീ ഇരിയെന്ന് പറഞ്ഞ് എന്നെ പിടിച്ച് അവിടെ ഇരുത്തി. അതിന് ശേഷം പിന്നെ എനിക്ക് ചൊറിച്ചിൽ വന്നിട്ടേ ഇല്ല. കൈകൾ നീട്ടി മകളെ ഒന്ന് അനുഗ്രഹിച്ചേ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. നീ കൊടുത്ത ഈ വലിയ വിടുതലിനായി നന്ദി, സൗഖ്യത്തിനായി നന്ദി. ദൈവത്തിൻ്റെ പ്രവൃത്തികളും അനുഗ്രഹത്തിൻ്റെ വഴികളും ഇനിയും ഇവളുടെ ജീവിതത്തിൽ അങ്ങ് പകരണമേ. ഒരിക്കലും ഈ ഒരു അസുഖം ഇനി ഇവളുടെ ശരീരത്തിൽ ഉണ്ടാകില്ല എന്ന് ഞങ്ങൾ യേശുവിൻ നാമത്തിൽ പ്രഖ്യാപിക്കുന്നു. കർത്താവ് വിടുവിച്ചതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഇപ്പോൾ കേട്ട ദൈവിക സന്ദേശത്തിൻ പ്രകാരം, അത്ഭുത സാക്ഷ്യം പ്രകാരം നിങ്ങളുടെ ജീവിതത്തിലും ഒരു അത്ഭുതം പ്രവർത്തിക്കുവാൻ കഴിവുള്ളവനാണ് ദൈവം. വരൂ, നമുക്ക് വിശ്വാസത്തോടെ അത്ഭുതത്തിനായി പ്രാർത്ഥിക്കാം. ഇനി നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാനായി പോവുകയാണ്. കണ്ണുകൾ അടച്ച് ചേർന്ന് പ്രാർത്ഥിച്ചാൽ, കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന്
ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, വെളിച്ചം കാണുവാൻ പറ്റാത്ത വിധത്തിൽ വെളിച്ചം കണ്ണിലടിക്കുമ്പോൾ ഇങ്ങനെ കുത്തുന്ന പോലെ വേദന അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കിയാണ്. യേശുവിൻ്റെ നാമത്തിൽ അത്തരം പ്രശ്നത്തിലൂടെ കടന്നു വന്നിട്ടുള്ള വ്യക്തികൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ആർത്രൈറ്റിസ് ഈ സമയത്ത് സൗഖ്യമാവുകയാണ്. അത്ഭുതകരമായ സൗഖ്യം കർത്താവ് നൽകിയാണ്. മുഖത്തെ സ്കിൻ ഇങ്ങനെ വിണ്ട് കീറുന്ന ഒരു രോഗിയെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കിയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഈ സമയത്ത് ആ രോഗം ഇപ്പോൾ പരിപൂർണമായിട്ടും സൗഖ്യമാകട്ടെ. പലതരത്തിലുള്ള അലർജികൾ ഈ സമയത്ത് സൗഖ്യമാവുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. ഇത്തരത്തിലുള്ള അലർജികൾ ഈ സമയത്ത് സൗഖ്യമാകട്ടെ കർത്താവേ. താങ്ക് യു ലോർഡ്. കർത്താവെ, അങ്ങ് വിടുവിച്ചതിനായി നന്ദി പറയുന്നു. ഏത് വിധത്തിലുള്ള രോഗമാണെങ്കിലും ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട സ്ക്രീനിലേക്ക് കൈകൾ നീട്ടാമോ? യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അത്ഭുതകരമായ വിടുതൽ, അതിശയകരമായ വിടുതൽ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതം ചെയ്തതിനായി നന്ദി പറയുന്നു കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ തന്നെ ഈ ആഴ്ചയിൽ നമ്മുടെ പ്രധാനപ്പെട്ട മീറ്റിംഗ് എന്നുള്ള ഓഗസ്റ്റ് 15 നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ദിവസമായി നമ്മൾ എല്ലാവരും തന്നെ കൊണ്ടാടുന്ന ദിവസമാണ്. അതേ ദിവസത്തിൽ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മുടെ ബ്ലെസ്സിങ് സെൻറ്ററിൽ നാം അന്ന് പ്രെയർ ഡേ ആയിട്ട് ആഘോഷിക്കപ്പെടുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ദിവസമാണ്. അതിന് മുൻപായിട്ട് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഇമെയിലിലൂടെയോ കത്തുകളിലൂടെയോ മറ്റേതെങ്കിലും മാർഗത്തിൽ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഓഫീസിലേക്ക് എത്തിക്കുവാനായിട്ട് ദയവായി ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. എത്ര വലിയ കീറാമുട്ടി പ്രശ്നമാണെങ്കിലും യേശുവിന് ഒരൊറ്റ നിമിഷം മതി ആ പ്രശ്നത്തിന് വിടുതൽ നൽകുവാൻ. അതുകൊണ്ട് ദയവായി നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അയക്കുക. അതുമാത്രമല്ല, നേരിട്ട് കൊച്ചിൻ ബ്ലെസ്സിങ് സെൻറ്ററിലോ നിങ്ങളുടെ അടുത്തുള്ള ബ്ലെസ്സിങ് സെൻറ്ററിലോ ദയവായി എത്തിച്ചേരുക. ആ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുക. രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള പ്രാർത്ഥനയാണ്. ദയവായി അതിൽ പങ്കുകൊള്ളുക. വലിയ അനുഗ്രഹങ്ങൾ കർത്താവ് നിങ്ങൾക്ക് നൽകിത്തരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നാളത്തെ എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കാണാം.